ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ നറൂട്ടോ സീരീസിലെ മെയിൻ പ്രോട്ടോഗോണിസ്റ്റ് ആയിട്ടുള്ള നറൂട്ടോ ഉസുമാക്കിയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. നറൂട്ടോ സീരീസിലെ മറ്റ് ക്യാരക്ടേഴ്സിന്റെ ഒക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആരാണ് നറൂട്ടോ എന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് നറൂട്ടോ. നറൂട്ടോയുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ വളരെയധികം ഹാപ്പി ആയിരുന്നു. എന്നാൽ എല്ലാവർക്കും നറൂട്ടോ ആ ഒരു ഹാപ്പിനെസ് കൊടുത്തിട്ടുണ്ടെങ്കിലും തിരിച്ച് ആ ഒരു ഹാപ്പിനെസ് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കത്തിൽ കിട്ടിയിട്ടില്ല. നറൂട്ടോയുടെ ആ ഒരു ചെറുപ്പത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിരിച്ചു നടക്കുന്ന ആ ഒരു കുട്ടിയെ പോലെയാണ് നമുക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ചിരിച്ചു നടക്കുന്ന ഒരാൾ വളരെയധികം ഹാപ്പി ആകില്ലേ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ കഷ്ടപ്പാടുകളെ മറച്ചു വെക്കാൻ പല ആൾക്കാരും പുറമേ നിന്ന് ചിരിക്കാറുണ്ട്. അതിലൊരാളാണ് നമ്മുടെ നറൂട്ടോ. ഒറ്റപ്പെടലിന്റെ വേദന എന്താണെന്ന് നമ്മുടെ നറൂട്ടോ നല്ലതുപോലെ മനസ്സിലാക്കിയിരുന്നു. ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ നറൂട്ടോയ്ക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരും തന്നെയില്ല. ഇതിന്റെ കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോയുടെ സമപ്രായത്തിലുള്ള മറ്റു കുട്ടികളൊന്നും നറൂട്ടോയുടെ കൂടെ കൂട്ടുകൂടാറില്ല. കാരണം മറ്റു കുട്ടികളുടെ പാരന്റ്സ് ആണെങ്കിൽ നറൂട്ടോയുടെ അടുത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞ് അവർ സ്ട്രിക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടാകും. പക്ഷെ അത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം ആ ഒരു 9 സീൽ ചെയ്തത് നമ്മുടെ നറൂട്ടോയുടെ ബോഡിയിലാണ്. 9 കാരണം ഉണ്ടായ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലീഫ് വില്ലേജിന്റെ പകുതി തന്നെ ഡിസ്ട്രോയ് ആയി, ഒരുപാട് ആൾക്കാർ മരിച്ചു, പല ആൾക്കാരുടെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ ചെയ്ത ആ ഒരു മോൺസ്റ്ററിനെ നറൂട്ടോയുടെ ബോഡിയിൽ സീൽ ചെയ്തത് കൊണ്ട് തന്നെ നറൂട്ടോയും മറ്റുള്ളവർ ഒരു മോൺസ്റ്റർ ആയിട്ടാണ് കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം കൂടി വരും, ഈ ഒരു 9 നറൂട്ടോയുടെ അകത്താണ് സീൽ ചെയ്തതെന്ന് വില്ലേജിലെ ആൾക്കാർ എങ്ങനെ അറിഞ്ഞു? ഇതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, നമ്മുടെ ഡാൻസോ കാരണമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറിഞ്ഞത്. അതായത് നമ്മുടെ 9 അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ മരിച്ചു, ബാക്കിയുള്ളവരെ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. ഈ ഒരു സമയത്ത് പൊതുവെ വില്ലേജിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഹൊക്കാഗെയുടെ മേൽ നല്ല രീതിയിൽ ദേഷ്യവും ഉണ്ടാകും. കാരണം ഹൊക്കാഗെയാണ് ഈ ഒരു വില്ലേജിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയാണ് നമ്മുടെ ഡാൻസോ 9 ജിൻജൂരിക്കയാണ് നറൂട്ടോ എന്ന് വില്ലേജിൽ മുഴുവനായും ലീക്ക് ഔട്ട് ചെയ്തത്. അപ്പോൾ വില്ലേജിലുള്ള ആൾക്കാരുടെ ദേഷ്യം മുഴുവൻ നമ്മുടെ നറൂട്ടോയുടെ മേലാകും. ഡാൻസോയെ പറ്റി ഞാൻ ഇവിടെ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പുള്ളിക്കാരൻ എങ്ങനെയുള്ള ഒരാളാണെന്ന്. അപ്പോൾ മറ്റൊരു ചോദ്യം കൂടി ഇവിടെ വരാം, നമ്മുടെ നറൂട്ടോയാണ് 9 ജിൻജൂരിക്കി എന്ന ഈ ഒരു വിഷയം ഡാൻസോ എങ്ങനെ അറിഞ്ഞു? ഇതിന്റെ ഉത്തരവും സിമ്പിൾ ആണ്, ഇറുസന്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഡാൻസോ ഇത് അറിഞ്ഞത്. അതല്ലെങ്കിൽ ഇറുസന്റെ കൂടെയുള്ള ആൾക്കാരിൽ ഒരാൾ നമ്മുടെ ഡാൻസോയുടെ വിശ്വസ്തനായിരിക്കും. എന്നാൽ ഇതൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ നറൂട്ടോക്കാണെങ്കിൽ തന്നെ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നത് പോലും അറിയില്ലായിരുന്നു. അതായത് നറൂട്ടോയുടെ ബോഡിയിനുള്ളിൽ 9 സീൽ ചെയ്ത് വെച്ച കാര്യം നമ്മുടെ നറൂട്ടോക്ക് തന്നെ അറിയില്ല. ഈ ഒരു സമയത്ത് ഏതൊരാളാണെങ്കിലും നറൂട്ടോയുടെ ആ ഒരു കാഴ്ചപ്പാടിൽ ചിന്തിച്ചു നോക്കിയാൽ ഒരു പ്യൂർ വില്ലനായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യവും നറൂട്ടോക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു കാരണവും ഇല്ലാതെ നമ്മുടെ നറൂട്ടോയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന സമയത്ത് വില്ലേജിലെ ആൾക്കാരൊക്കെ നമ്മുടെ നറൂട്ടോ ഹെയ്റ്റ് ചെയ്യുകയും അവർക്കെതിരെയൊക്കെ തിരിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നടക്കുമെന്ന് ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ ഇതൊക്കെ വലിയ കാര്യമാക്കാതെ നമ്മുടെ നറൂട്ടോ എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്നെ 4 ആൾക്കാർ അറിയണം. അതിനുവേണ്ടി നമ്മുടെ നറൂട്ടോ ആണെങ്കിൽ ആ ഒരു ഹൊക്കാഗെ സ്റ്റാച്ചുവിന്റെ മുകളിൽ പെയിന്റ് ഒക്കെ അടിച്ചു വെച്ച് കുളമാക്കി അങ്ങനെയുള്ള കുറച്ച് കലാപരിപാടികളാണ് നമ്മുടെ നറൂട്ടോ ചെയ്തിരുന്നത്. ഇങ്ങനെയൊക്കെ നറൂട്ടോ ചെയ്യുന്ന സമയത്ത് 4 ആൾക്കാർ നമ്മുടെ നറൂട്ടോയെ അറിയും. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ നറൂട്ടോക്ക് മനസ്സിലായി നമ്മുടെ ഇറുസൻ സറുട്ടോബിയെ പോലെ തനിക്കും ഒരു ഹൊക്കാഗെ ആകണം എന്നൊരാഗ്രഹം വരുന്നു. കാരണം വില്ലേജിലെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു ഹൊക്കാഗെ അത്രയധികം ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ താനും ഹൊക്കാഗെ ആയി കഴിഞ്ഞാൽ തന്നെയും എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ വരാറ്. എന്നാൽ നറൂട്ടോയുടെ വ്യത്യസ്തനാക്കുന്നത് നറൂട്ടോ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ആ ഒരു പ്രായത്തിൽ ചിന്തിച്ചെടുക്കുന്നത്. അതുപോലെ നമ്മുടെ ബൊറൂട്ടോ സീരീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നറൂട്ടോ തന്റെ ഫാമിലിയെ അത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് നമ്മുടെ ഹിമവാരിയും നറൂട്ടോയും തമ്മിലുള്ള ആ ഒരു മൂമെന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ നറൂട്ടോയുടെ ഈ ഒരു സമയം എത്തുമ്പോഴേക്കും അതിനൊരു അവസാനവും ഉണ്ടാക്കി. നറൂട്ടോ ഉസുമാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാരക്ടർ നമുക്കൊക്കെ വളരെയധികം ഒരു ഇമ്പാക്ട് തന്നിരുന്നു. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ നമ്മുടെ നറൂട്ടോയിലൂടെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചിരുന്നു. അപ്പോൾ നറൂട്ടോയെ പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും